അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് കമൻസിൻ്റെ റിപ്ലൈ ആണ് പറയുന്നത്. ഫസ്റ്റ് ഈ കമൻറ്റ് നോക്കാം. ഷവ്വാൽ മാസത്തിൽ പിടിക്കുന്ന നോമ്പിനെ പറ്റി പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് 1164 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ റമളാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിച്ചിട്ട് ഷവ്വാൽ മാസത്തിലെ 6 നോമ്പും പിടിച്ചാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് പിടിച്ചതുപോലെയാണെന്ന്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് റമളാൻ മാസത്തിലെ മുഴുവൻ നോമ്പും പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ ആദ്യം ആയി പിടിച്ചതിന് ശേഷമാണ് ഷവ്വാൽ മാസത്തിലെ 6 നോമ്പ് പിടിക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് കാണും, പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള 6 ദിവസത്തെ നോമ്പല്ലേ പിടിക്കേണ്ടത്, അപ്പോൾ നമുക്ക് വീട്ടാൻ സമയം കാണത്തില്ലല്ലോ എന്ന്. റമളാൻ മാസത്തിലെ നോമ്പ് പിടിച്ചിട്ട് ഷവ്വാൽ മാസത്തിലെ 6 നോമ്പ് പിടിച്ചാൽ ഒരു വർഷം മുഴുവൻ നോമ്പ് പിടിച്ചതുപോലെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ 6 ദിവസത്തെ നോമ്പ് പിടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നമുക്ക് ഷവ്വാൽ മാസത്തിൽ ഏത് ദിവസമായാലും നോമ്പ് പിടിക്കാം, പെരുന്നാൾ കഴിഞ്ഞിട്ടായാലും എപ്പോഴും വേണമെങ്കിലും നോമ്പ് പിടിക്കാം. ഞാനൊരു സ്കോളർ ഇതിനെക്കുറിച്ച് പറയുന്ന വീഡിയോ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് എങ്ങനെ സത്യവിശ്വാസിയായ ഒരു മുസ്ലിം ആവാമെന്ന്. നമുക്കൊരു സത്യവിശ്വാസിയായ മുസ്ലിം ആവണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഷിർക്ക്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ അറിയാതെ ചെയ്യുന്നതോ ആയ ഷിർക്കുകളെല്ലാം ഒഴിവാക്കി അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. നമ്മൾ ഷിർക്ക് ചെയ്തിട്ട് വേറെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. ഏതൊക്കെ തരത്തിൽ ഷിർക്കുണ്ടെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യണം. ഒരിക്കലും നമ്മൾ ഫറള് നിസ്കാരങ്ങൾ ഒഴിവാക്കി ചെയ്യരുത്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ മറ്റുള്ളവരെക്കാട്ടി വലുതാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അറിവിൻ്റെ കാര്യത്തിലായാലും പണത്തിൻ്റെ കാര്യത്തിലായാലും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും സമ്പത്തിൻ്റെ ആയാലും ഒരു കാര്യത്തിൽ പോലും നമ്മൾ മറ്റുള്ളവരെക്കാട്ടി വലുതാണെന്ന് ചിന്തിക്കരുത്. നമുക്ക് അള്ളാഹു തന്നതാണ്, അള്ളാഹുവാണ് എല്ലാവർക്കും കൊടുക്കുന്നതും. അപ്പോൾ നമുക്ക് ഉള്ളതിന് നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് അൽഹംദുലില്ലാ പറയണം. നമ്മളെ കഴിവ് കൊണ്ടല്ല നമുക്ക് ഒന്നും ഉണ്ടായത്. നമുക്ക് അറിവുണ്ടെങ്കിൽ അത് നമ്മളെ കഴിവ് കൊണ്ടല്ല, നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ നമ്മളെ കഴിവ് കൊണ്ടല്ല, ഇതെല്ലാം അള്ളാഹുവാണ് നമുക്ക് തരുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. ഇനി ഉള്ളവരായാലും ഇല്ലാത്തവരായാലും എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുപോലെയാണ്. ഇനിയിപ്പോൾ നമുക്ക് മറ്റുള്ളവരെക്കാട്ടി എന്തെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അവരെ അള്ളാഹു സ്നേഹിക്കുന്നില്ല, നമ്മളെ അള്ളാഹു കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അള്ളാഹു ഇത്രയും തന്നത് എന്നതൊക്കെ. അള്ളാഹു നമ്മളെ പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ തരുന്നതും തരാതിരിക്കുന്നതും ഒക്കെ. അപ്പോൾ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും നമ്മളെപ്പോലെ ഒരുപോലെ ആയിട്ട് കാണണം. നമ്മളെക്കാട്ടി കുറവായിട്ട് ആരും ഈ ലോകത്തില്ല. അള്ളാഹു നമ്മളെ എല്ലാവരുടെയും ഹൃദയത്തെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയം അഴുക്കിയാക്കി വെച്ചിട്ട് ഒരു കാര്യം ചെയ്തിട്ടും കാര്യമില്ല. കുറച്ച് പേർക്കെങ്കിലും ഇടയ്ക്കൊക്കെ നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും എല്ലാം ചെയ്താലും മനസ്സിൽ ഒരു ഈമാൻ കുറയുന്നത് പോലെ തോന്നലുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കുകയോ പേടിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അള്ളാഹു നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിക്കുന്നത്. എത്രയോ പേര് വഴിതെറ്റി പോകാൻ നേരത്ത് അള്ളാഹു ഈ തോന്നലൊന്നും കൊടുക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ ഈ തോന്നൽ ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചത്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നലുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ഒരുപാട് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം തിരുത്താൻ ശ്രമിക്കണം. നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം നിർത്തി നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് തൗബ ചെയ്യണം. ഇനി അടുത്ത കമൻറ്റ്, നാരിയത്ത് സ്വലാത്ത് ചെല്ലാൻ നമുക്ക് പറ്റുമോ, അതിൻ്റെ വിധി പറയാമോ എന്നാണ്. ഫസ്റ്റ് ഞാൻ കുറച്ച് ഖുർആനിക് ആയത്ത് പറഞ്ഞു തരാം. സൂറത്തുൻ നജ്മിലെ 3ഉം 4ഉം ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല, വഹി നൽകപ്പെടുന്നതിലൂടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമിൽ ഒന്നും ചേർത്തിട്ടില്ല. ഇനി സൂറ അഷ്-ശൂറായിലെ 21ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത കാര്യം മതമായി അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത വല്ല പങ്കാളികളും അവർക്കുണ്ടോ? നിർണായക വിധിയെ പറ്റിയുള്ള, അതായത് ഖിയാമത്ത് നാളിനെ പറ്റിയുള്ള കൽപ്പന നിലവിലില്ലായിരുന്നെങ്കിൽ അവർക്കിടയിൽ ഉടനെ വിധി കൽപ്പിക്കപ്പെടുമായിരുന്നു. അക്രമികൾ ആരോ അവർക്ക് തീർച്ചയായും വേദനയേറിയ ശിക്ഷയുണ്ട്. ഈ ആയത്തിലൂടെ എന്ത് മനസ്സിലാക്കാം? നമുക്ക് മതത്തിൽ, നമ്മുടെ ഇസ്ലാം മതത്തിൽ ഒന്നും ചേർക്കാൻ പറ്റത്തില്ല.
അങ്ങനെ ചേർക്കുന്നവരുണ്ടെങ്കിൽ കിയാമത്ത് നാളെ ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് അപ്പം തന്നെ അള്ളാഹു വിധി കൽപ്പിക്കപ്പെടുമായിരുന്നു എന്ന്. അവരെ അള്ളാഹു അക്രമികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്രമികളാരോ അവർക്ക് തീർച്ചയായും വേദനയേറിയ ശിക്ഷ നൽകുമെന്നും. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഇബാദത്തുകൾ ചെയ്യാം എന്ന പേരിൽ നിയത്ത് വെച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത്, അപ്പോൾ നമ്മുടെ ആഗ്രഹം അള്ളാഹു സാധിച്ചു തന്നു, ഇതിൽ തെറ്റില്ല. പക്ഷേ നമ്മൾ ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ എന്തായാലും അള്ളാഹു നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും. ഇവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത്. ഇത് നമ്മൾ ഇസ്ലാമിൽ ഒരു കാര്യം ചേർക്കുന്നത് പോലെയാണ്. അള്ളാഹു സാധിച്ചു തരും എന്ന് ഉറപ്പ് നമ്മൾ പറയുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മതത്തിൽ ഒരു കാര്യം ചേർക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു ദുആ ചെയ്ത്, അപ്പോൾ നമ്മളിത് മറ്റൊരാൾക്ക് പറഞ്ഞു, ഇങ്ങനെ ദുആ ചെയ്യണം, ഈ വൈകുന്നേരം ഈ സമയത്ത് ദുആ ചെയ്യണം, അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഇസ്ലാം മതത്തിൽ ഓരോ കാര്യം ചേർക്കുന്നു, അത് മതത്തിൻ്റെ ഭാഗമാക്കുന്നു. അതൊക്കെ തെറ്റാണ്. ഇനി നാരീത് സ്വലാത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയാം, ഇത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്ന സ്വലാത്തല്ല. ഇത് ഒരാളെ എഴുതിയ സ്വലാത്താണ്. നമുക്കും നമ്മുടെ ഭാഷയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ്, അതിൽ തെറ്റില്ല. പക്ഷേ ഇത് ഇത്ര പ്രാവശ്യം ഓതിയാൽ നമ്മുടെ ആഗ്രഹം സാധിക്കും എന്ന് പറയുന്നതിൽ തെറ്റുണ്ട്. ഇത് ഏതെങ്കിലും സമയമാക്കി ഈ സമയത്ത് ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹം സാധിക്കും ഇങ്ങനെയൊക്കെ പറയുന്നതിൽ തെറ്റുണ്ട്. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ, അള്ളാഹുവെ പരിപൂർണമായ അനുഗ്രഹവും സമ്പൂർണമായ സമാധാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകണമേ. അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവനിലൂടെ കുരുക്കുകൾ അഴിയുകയും ദുഃഖങ്ങൾ മാറുകയും ആവശ്യങ്ങൾ നിറവേറുകയും ചെയ്യുന്നു, ആഗ്രഹങ്ങൾ നേടപ്പെടുകയും നല്ല അന്ത്യം ലഭിക്കുകയും ചെയ്യുന്നു എന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്, അള്ളാഹു അല്ലാതെ മറ്റാരും നമ്മുടെ ദുഃഖങ്ങൾ മാറ്റുകയില്ലെന്നും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുകയില്ലെന്നും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരികയില്ലെന്നും. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശിർക്കാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഖുർആനിക് ആയത്തുകളുടെ അർത്ഥവും നാരീത് സ്വലാത്തിൻ്റെ അർത്ഥവും നിങ്ങൾ ഒന്നുകൂടെ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി, ഇത് തെറ്റാണോ ശരിയാണോ എന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.